ഹലോ ഗൈസ്, സുഖല്ലേ? നമ്മളിത് രാവിലെ നീറ്റു, നമ്മളിത് പല്ലയിപ്പൊക്കെ കഴിഞ്ഞ് നമ്മളിത് ഒന്ന് നടക്കാൻ വിചാരിച്ചു. ഇറങ്ങി നടക്കാന്നൊക്കെ വിചാരിച്ചു. രാവിലെ നീറ്റ് നടക്കാൻ വിചാരിച്ചു. വളപ്പിക്കൊക്കെ ഒന്ന് ഇറങ്ങി നടന്നിട്ട് വരാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. നടന്നിട്ടൊക്കെ വന്ന് നമ്മളിനി കുളിക്കാൻ പോകണ്ടു. നമ്മളിത് കുളിച്ച് കഴിഞ്ഞ് വന്നപ്പോൾ മീൻകാരൻ വന്നു. മീൻകാരൻ്റെ അടുത്ത് കുറച്ചധികം ഞണ്ട് കിട്ടി. അപ്പോൾ അത് ക്ലീൻ ആക്കലാണ് ഇനി അടുത്ത പരിപാടി. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എന്താണ് വെക്കേണ്ടതെന്നുള്ള പ്ലാനിലൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ വെക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിതാണ് ഞണ്ടൊക്കെ ക്ലീനാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ കറി വെക്കാനാണ് കേട്ടോ ഉദ്ദേശിക്കണേ. കറി വെക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ കറിക്ക് വേണ്ടിയിട്ടുള്ള നമ്മൾ 4 സവാള എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നന്നായിട്ട് സവാള നല്ല നീളത്തിൽ അരിഞ്ഞെടുക്കണം. അതിൻ്റെ തക്കാളിയും നോർമൽ ക്യൂബ് മാതിരി അരിഞ്ഞെടുക്കുക. നമ്മളിത് അവിടെ ഞണ്ടിൽ മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ടോ, വലിയ വിഷാംശം വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഞണ്ടിൽ മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ടുള്ളത്. എന്തെങ്കിലുമൊക്കെ കണക്കടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മളിതാ ഉള്ളി നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളി ഇങ്ങനെയാണ് നമ്മൾ അരിഞ്ഞെടുക്കേണ്ടത്. ഉള്ളി അരിഞ്ഞിട്ട് പിന്നെ ഇതാ ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ലേ ക്യൂമാരി ഇങ്ങനെ തക്കാളി അരിഞ്ഞിടുക. പിന്നെ നമ്മളിതാ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരണം. ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് കടുക് പൊട്ടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു പച്ചമുളകും ഇങ്ങനെ കട്ട് ചെയ്തിടാം കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് 2 തണ്ട് കറിവേപ്പില ഇടുന്നുണ്ട്. അപ്പോൾ കുറച്ച് കറിവേപ്പില നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇടാം കേട്ടോ. നമുക്ക് നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ നേരത്തെ അരിഞ്ഞ് വെച്ച് ഉള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. നേരത്തെ അരിഞ്ഞ് വെച്ച് ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് നമ്മൾ വാഴറ്റണം കേട്ടോ. നന്നായിട്ട് വഴറ്റണം. അത് ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളിതാ കുറച്ച് ചെറുള്ളി കൊച്ചുള്ളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ പോകും കേട്ടോ. നന്നായിട്ട് ഇളക്കിയിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. മുളക് പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഈ മീൻകറിക്ക് ആവശ്യമുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് മസാല ഇടുക. അതായത് നിങ്ങൾ നോർമൽ മീൻകറി ഉണ്ടാക്കണ മാതിരി തന്നെ ഉണ്ടാക്കിയാലും മതി. അതായത് അതേ മസാല തന്നെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഞണ്ട് കറിയും വെക്കാം. ഇത് ഞങ്ങളുടെ സ്റ്റൈലിലുള്ള ഞണ്ട് കറിയാണെന്നുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ മുളക് പൊടി ബാക്കി മസാലകളൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ ഞണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞണ്ട് ക്ലീനാക്കി വെച്ചത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞണ്ട് ആ മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചത് ഒന്ന് തിരുമ്പി വെക്കണം കേട്ടോ. ഓക്കെ, ഞണ്ട് നന്നായിട്ട് ഇട്ട് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ വീഡിയോ ചെയ്തിട്ട് എൻ്റെ ലൈക്ക് അടിക്കാത്തുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, തീരെ സപ്പോർട്ട് ഇല്ല, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. നമ്മളിതാ ഇനി ഞണ്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മളിതാ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് വെള്ളം നന്നായിട്ട് വറ്റിക്കണം കേട്ടോ. ഞണ്ട് റോസ്റ്റാണ്, കറിയല്ല, ഞണ്ട് റോസ്റ്റാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ വെള്ളം നന്നായിട്ട് വറ്റണം കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വറ്റണം. അപ്പോൾ ഞണ്ട് റോസ്റ്റൊക്കെ റെഡിയായി. ചോറും ഞണ്ട് റോസ്റ്റും കേട്ടോ. അപ്പോൾ ഞാൻ പോയി കഴിക്കട്ടെ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ്. അപ്പോൾ ഗുഡ് ബൈ ഗായ്സ്.